ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സിഫി. ഞാൻ ഫിത. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഒരു 3D ആർട്ട് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ആർട്ട് എന്നൊക്കെ പറയുന്നൊരു സംഭവമാട്ടോ ചെയ്യുന്നത്. ഏകദേശം നമ്മൾ ചെയ്യുന്ന സെൻഡാക്കിൾ ആർട്ടിൻ്റെ ഒക്കെ ഒരു പാർട്ടായിട്ട് തന്നെ വരും. അപ്പം ആ ഒരു ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ചെക്സ് വരച്ചിട്ടുണ്ട്. ഇതിന് അകത്ത് നമ്മൾ ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കേർവ്ഡ് ആയിട്ടും ചെക്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ കേർവ്ഡ് ലൈൻസിനാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു ആർട്ടിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം അത് നമ്മൾ കറക്റ്റായിട്ട് വരച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന 3D ലുക്കോ അല്ലെങ്കിൽ ആ ഒരു ഇലൂഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉള്ളിൽ വരയ്ക്കുന്ന കേർവ്ഡ് ലൈൻസ് പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് നോക്കി വരയ്ക്കാം. അതിനുശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ള ആ ചെക്സിൽ നമ്മൾ ചെസ് ബോർഡിലൊക്കെ ഉള്ള പോലെ ഒന്നിൽ ബ്ലാക്ക് ആണെങ്കിൽ അടുത്തതിൽ വൈറ്റ്, ആ ഒരു രീതിയിൽ ഒന്ന് മൊത്തം ഫില്ല് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത്തരം വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യത്തിലും ഫോക്കസ് കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് വരച്ചാൽ മാത്രമേ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഒരു ചെക്ക് എങ്ങാനും തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നിന്ന് തുടങ്ങേണ്ടി വരും. അപ്പോൾ നമ്മൾ പുറമേ ഉള്ള ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ചെക്സിന് മൊത്തം കളറിങ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ആ കേർവ്ഡ് ലൈൻസിൽ അതും നമ്മൾ പുറമെ ചെയ്ത പോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കതിൽ കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അറ്റത്തേക്ക് വരുന്ന ചെക്കിൽ ഏത് കളറാണോ അതിൻ്റെ ഓപ്പോസിറ്റ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് ഇനി ഒരു കോർണർ എഡ്ജൊക്കെ പോലത്തെ പോർഷനിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ സെയിം കളർ കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള കളറും കൂടെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഇലൂഷനൊക്കെ തോന്നും. പക്ഷേ ഇതിന് കുറച്ചും കൂടെ ആ ഒരു ലൈഫ് ഫീൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ പെൻസിൽ വെച്ചിട്ട് ഒരു സൈഡിൽ കുറച്ചൊന്ന് ഷെയ്ഡ് ചെയ്തിട്ട് ഒരു സ്റ്റമ്പ് വെച്ചിട്ടൊന്ന് സ്മഡ്ജ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ചെറിയൊരു ഹൈലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റമ്പൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പേപ്പറിൻ്റെ ഒരു പീസ് വെച്ചിട്ട് തന്നെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.